وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചും അവന്റെ ദീനിനെ സംബന്ധിച്ചും അവന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് മഹത്തായ ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മഹത്തായ സ്ഥാനം പ്രതീക്ഷിക്കാവുന്ന കാര്യവുമാണ്. പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിന്റെ മഹത്വങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായ ബോധമുള്ളവരായിരിക്കണം. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു പാതയിലാണോ ഞാനുള്ളത്, അതല്ല അതിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നാളത്തെ എന്റെ ദിവസം എങ്ങനെയായിരിക്കണം എന്നെല്ലാം തീരുമാനിച്ചിട്ടാണ് എല്ലാവരും കിടക്കുക. എല്ലാവർക്കും ആ പ്രതീക്ഷ ഉണ്ടാവും. എന്നാൽ ഒരിക്കലും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത കാര്യവുമാണ് നമ്മുടെ എല്ലാം മരണം എന്നുള്ളതും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏതൊരു കാര്യത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് നാം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മിലേക്ക് നമ്മുടെ മരണം വന്നെത്തുകയും ചെയ്യും. ആ ഒരു സമയത്ത് ഞാൻ എന്തിനാണ് ജീവിച്ചത്, എന്റെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതെനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന ഉറച്ച ബോധത്തിൽ മരണപ്പെടണമെങ്കിൽ അതിനു മുമ്പ് ഈ കാര്യങ്ങളെക്കുറിച്ച് നാം ഗൌരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് വളരെ ചിന്താർഹമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നജാ അവ്വലു ഹാദിഹിൽ ഉമ്മ ബിൽ യഖീൻ വസ്സുഹദ്. ഈ ഉമ്മത്തിലെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലെ സമുദായത്തിലെ ആദ്യത്തെ കൂട്ടർ അവർ വിജയിച്ചത് സുഹദ് കൊണ്ടും യഖീന് കൊണ്ടുമാണ്. അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം, പരലോകത്തിലുള്ള ദൃഢമായ വിശ്വാസം, വിശ്വാസകാര്യങ്ങളിൽ ഓരോന്നിലുമുള്ള ദൃഢമായ വിശ്വാസം. രണ്ടാമത്തേത് ദുനിയാവിനോടുള്ള വിരക്തി, ദുനിയാവിലെ ജീവിതം എന്താണ് എന്തല്ല എന്ന കൃത്യമായ ബോധത്തിൽ അതിന് നൽകേണ്ട സ്ഥാനം കൊടുത്ത് മാത്രം ജീവിച്ചതുകൊണ്ട്. യഖീനും സുഹദും, ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഈ ഉമ്മത്തിലെ ആദ്യ തലമുറയായിട്ടുള്ള ആ കൂട്ടർ അവർ വിജയിച്ചത്, അഥവാ സ്വഹാബികളും അവരുടെ തൊട്ടുപിറകെ വന്നിട്ടുള്ള ആദ്യ സമൂഹം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയഹ്ലികു ആഖിറുഹാ ബിൽ ബുഖ്ലി വൽ അമൽ. ഈ ഒരു ഉമ്മത്തിലെ അവസാനത്തെ ആളുകൾ നശിക്കുന്നത് പിശുക്കുകൊണ്ടും അതുപോലെ തന്നെ അമലുകൊണ്ടുമാണ്. അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമലല്ല, അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ, സുദീർഘമായിട്ടുള്ള പ്രതീക്ഷ. ഞാൻ ഇനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, അങ്ങനെയുള്ള സുദീർഘമായ ആ നിരക്കുള്ള പ്രതീക്ഷ. പിശുക്കുകൊണ്ടും ഇതുപോലെയുള്ള ഈ പ്രതീക്ഷ കൊണ്ടുമാണ് ഈ ഉമ്മത്തിലെ അവസാന കൂട്ടർ നശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം. ഇതിൽ ഒന്നാമത്തെ കൂട്ടർക്ക് വിജയിക്കാനുള്ള കാരണം നമ്മളിലുണ്ടോ, അതല്ല രണ്ടാമത്തെ കൂട്ടർ നശിക്കുമെന്ന് പറഞ്ഞ കാര്യമാണോ നമ്മളിലുള്ളത് എന്ന് നാം സ്വയം പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അവനല്ലാതെ ഒരാൾക്കും ആരാധനയുടെ ഒരു അംശവും നൽകാൻ പാടില്ല. അവനെ അല്ലാതെ ഒരാളെയും വിളിച്ചു തേടരുത്. അവനോടല്ലാതെ ഇസ്തിഗാസയോ ഇസ്തിആനയോ സഹായത്തേട്ടമോ രക്ഷതേട്ടമോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നെല്ലാം മനസ്സിലാക്കുന്ന തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകളാണ് നമ്മിൽ ഭൂരിഭാഗവും, അല്ലെങ്കിൽ നാം എല്ലാവരും. അല്ലാഹു തൗഹീദിലായിക്കൊണ്ട് നമ്മെ നിലനിർത്തി തൗഹീദിലായിക്കൊണ്ട് മരിപ്പിക്കുമാറാകട്ടെ. എന്നാൽ ഈ തൗഹീദിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ നമ്മൾ തെറ്റില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ നമുക്കൊരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണോ തൗഹീദിലായാൽ അതിന്റെ ഉദ്ദേശം? ഒരാൾക്ക് അയാളുടെ 20-ാം വയസ്സിലോ 25-ാം വയസ്സിലോ 30-ാം വയസ്സിലോ അയാൾ ഒരുപാട് തെമ്മാടിത്തരങ്ങൾ ചെയ്ത് ജീവിച്ചതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനും അറിയാനുമെല്ലാം തൗഫീഖ് ലഭിക്കുകയും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച് അയാൾക്കൊരു മാറ്റം സംഭവിച്ചു. ഇനി ഒരിക്കലും അയാൾക്ക് അതിൽ നിന്നൊരു തെറ്റിപ്പോകില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം വിശ്വസിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം നാട് വിട്ടുപോന്ന ബനൂ ഇസ്രായേലുകാർ, അവർ കടൽ 2 പിളർപ്പായി മാറി നിന്ന് അതിലൂടെ കടന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം പിന്നീടും അവരിൽ ഒരു കൂട്ടർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്താണ്, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ, അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്പോഴെങ്ങനെയുണ്ട്, ഖുർആൻ ഓതുമ്പോൾ അത് ആസ്വാദനത്തോടുകൂടി പാരായണം ചെയ്തിട്ട് എത്ര കാലമായി, അല്ലെങ്കിൽ ഖുർആൻ പാരായണം സ്ഥിരമായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, നമ്മുടെ രാത്രി നിസ്കാരം അത് ആസ്വാദനത്തോടുകൂടി ചെയ്തിട്ട് എത്ര കാലമായി, അതല്ലെങ്കിൽ നാം ചെയ്തു വന്നിരുന്ന സുന്നത്തുകൾ അതിപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം നമ്മുടെ ദുആകളും അദ്കാറുകളും സദഖകളും അതുപോലെയുള്ള എന്ത് നന്മകളും അതെന്താണ് എന്റെ ജീവിതത്തിൽ എന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരായത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ ഫലാ യഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ വഞ്ചകനായ പിശാചും നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. സൂറത്ത് ഫാത്തിറിലെ 5-ാമത്തെ ആയത്താണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഒരു ജീവിത ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യനെ ഗുറൂറിലാക്കണം. ഗുറൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബളിപ്പിക്കുക എന്നർത്ഥം. അഥവാ ഒരാൾക്ക് ഇതാണ് നല്ലത് എന്ന് കാണിച്ച് തോന്നിപ്പിച്ച് ഇതിലാണ് ശരിയെന്ന് തോന്നിപ്പിച്ച് അവനെ ഏതെങ്കിലും ഒരു കെണിയിൽ പോയി വീഴ്ത്തുന്നതിനാണ് കബളിപ്പിക്കുക എന്ന് പറയാ. അതിനാണ് ഗുറൂർ എന്ന് പറയാ. അള്ളാഹുവിന്റെ വിഷയത്തിൽ മനുഷ്യനെ വഞ്ചിപ്പിക്കുന്ന കബളിപ്പിക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് അൽ ഹയാത്തുദ് ദുനിയ, 2 അൽ ഗറൂർ. ഗറൂർ എന്ന് പറഞ്ഞാൽ ശൈത്താൻ. അല്ലാഹു തആല സൂറത്തുൽ ഇൻഫിതാറിൽ ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം, ഏ മനുഷ്യ, നിന്നെ ആരാണ് വഞ്ചിച്ചു കളഞ്ഞത്? കരീമായ അങ്ങേയറ്റം ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കബളിപ്പിച്ചു കളഞ്ഞ കാര്യം എന്താണ്? നിന്നെ സൃഷ്ടിച്ചവൻ, നിനക്കീ കോലം നൽകിയവൻ, നിനക്കീ രൂപം നൽകിയവൻ, അങ്ങനെയുള്ള റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ ചതിച്ചത് എന്താണ്, കബളിപ്പിച്ചത് എന്താണ് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കണം. നാം നമ്മുടെ സ്വന്തത്തിനോട് വേറെ ആരെയും നോക്കണ്ട, നമ്മുടെ അയൽവാസിയെ നോക്കണ്ട, കൂട്ടുകാരനെ നോക്കണ്ട, ഭാര്യയെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, ഭർത്താവിനെ നോക്കണ്ട. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ നാളെ ഞാൻ ചെന്ന് നിൽക്കേണ്ട എന്റെ സൃഷ്ടാവായ റബ്ബുമായിട്ടുള്ള എന്റെ ബന്ധം എന്താണ് ബാക്കി എന്നുള്ളത്. ഇവിടെ ദുനിയാവ് നമ്മെ വഞ്ചിപ്പിച്ചു കളയും. ദുനിയാവിന്റെ ആഡംബരങ്ങൾ നമ്മെ പരലോകത്തെക്കുറിച്ച് മറപ്പിച്ചു കളയും, അല്ലെങ്കിൽ ഗഫലത്തിലാക്കി കളയും, അശ്രദ്ധമാക്കി കളയും. ദുനിയാവിലെ ആസ്വാദനങ്ങൾ പരലോകത്തെ ആസ്വാദനങ്ങൾക്ക് തടയിടുന്ന അവസ്ഥയിലായിക്കൂടാ. ആ ചിന്ത നമുക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു തരുന്നുണ്ട്. ആ ഹദീസ് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ചില സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുള്ളത്,
ഇന്നമാ മസലി വമസലുക്കും വമസലുദ്ദുന്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെയും നിങ്ങളുടെയും ഈ ദുനിയാവിന്റെയും ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ അല്ലാഹു തആല നിയോഗിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെയും മനുഷ്യരായിട്ടുള്ള മറ്റുള്ള ആളുകളുടെയും ഈ ദുനിയാവിന്റെയും ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമസലി ഖൗമിൻ സലകൂ മഫാസതൻ ഗബ്റാ. ഒരു കൂട്ടം ആളുകൾ അവരൊരു യാത്ര പോവുകയാണ്. വിജനമായ ഒരു പ്രദേശത്തുകൂടി, ഒരു മരുഭൂമി പോലെയുള്ള ഒരു പ്രദേശത്തുകൂടി അവർ യാത്ര പോവുകയാണ്. ഹത്താ ഇദാ ലം യദ്റൂ മാ സലകൂ മിൻഹാ അക്സറു ഔ മാ ബഖിയ. അവരിങ്ങനെ കുറെ പോയി. അപ്പൊ അവർക്ക് ഇനി എത്ര ദൂരം പോകാനുണ്ട്, ഇനി എത്ര ഞങ്ങൾ കടന്നു വന്നു ഒന്നും അറിയില്ല. അങ്ങനെ വിജനമായ ഒരു പ്രദേശത്തുകൂടി യാത്ര പോകുന്ന ഒരു കൂട്ടം ആളുകൾ. വിശേഷം ഉപമ പറയാട്ടോ, നമ്മുടെയും ദുനിയാവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഉപമ പറയാം. അൻഫദു അസ്സാദ വഹസറു الظهر വബഖൂ ബൈന ظهرانിൽ മഫാസ. അവരുടെ യാത്രക്ക് കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ തീർന്നുപോയി. അവരുടെ യാത്രാമൃഗങ്ങളൊക്കെ ക്ഷീണിച്ചുപോയി. അവർക്ക് ഈ ഒരു വിജന പ്രദേശത്തിന് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ലാ സാദ വലാ ഹമൂലത. അവർക്ക് ഭക്ഷണത്തിനോ മറ്റുള്ള ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുമില്ല, മുന്നോട്ട് പോവാൻ യാത്രാമൃഗവുമില്ല. നമ്മളൊന്ന് തസവ്വുർ ചെയ്യണം, നമ്മളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് പറഞ്ഞു ഫഅയ്ഖനൂ ബിൽ ഹലക. അവർക്ക് ഉറപ്പായി അവർ നശിക്കാൻ പോവുകയാണ്. ഇനി ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല, ഇവിടെ ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾ നശിക്കാൻ പോകാൻ തീരുമാനിച്ചവർ. فبينما هم كذلك إذ خرج عليهم رجل في حلة يقطر رأسه. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി അവരുടെ അടുക്കിലേക്ക് വരുന്നത്. നല്ല വസ്ത്രം ധരിച്ച്, അതുപോലെ തന്നെ തലമുടിയിൽ നിന്നെല്ലാം വെള്ളത്തുള്ളികൾ ഒറ്റി വീഴുന്ന അവസ്ഥയിൽ, വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാത്ത ഈ കൂട്ടരുടെ അടുക്കലേക്ക് ഒരാൾ വരുന്നത്. ഫഖാലു. അപ്പോ ഈ ആളെ കണ്ടപ്പോ ഈ യാത്രക്കാർ പറഞ്ഞു, ഇന്ന ഹാദാ ഖരീബു അഹദിൻ ബിരീഫിൻ. ഈ വ്യക്തി വരുന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്ത് വെള്ളമുള്ള എന്തോ സൗകര്യമുണ്ട്. എടുത്ത് വെള്ളം കിട്ടാനുള്ളതുകൊണ്ടാണ് എന്ത്, ഇയാളുടെ തലേന്ന് വെള്ളമൊക്കെ ഒറ്റി വീഴുന്നത്. വമാ ജാഅഹും ഹാദാ ഇല്ലാ മിൻ ഖരീബിൻ. ഇവരതാ ഈ എടുത്ത ഭാഗത്ത് നിന്ന് എവിടുന്നാ വന്നിട്ടുള്ളത്, അപ്പൊ വെള്ളം ഇവിടെ എടുത്തുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ വന്നിട്ടുള്ളത്. ഖാല ഫലമ്മ ഇൻതഹ ഇലൈഹിം ഖാല യാ ഹഉലാ ഖാലു യാ ഹാദാ. അപ്പൊ ഇയാൾ എടുത്തു വന്നപ്പോ ഇയാൾ ഈ കൂട്ടരോട് ചോദിച്ചു, ഈ കൂട്ടരെ ചോദിച്ചു. അപ്പൊ അവര് തിരിച്ചും പറഞ്ഞു മനുഷ്യാന്ന് ചോദിച്ചു. ഖാല അലാമ അൻതും. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എന്തെങ്ങനെ നിൽക്കുന്നു ചോദിച്ചു. ഖാലു അലാമ ചറ. നിങ്ങൾക്ക് കാണാണ്ടല്ലോ, ഞങ്ങളിതാ ഒന്നുമില്ലാതെ ഞങ്ങടെ പോവാ, എന്താ ഉണ്ടാവുക അറിയാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഖാല അറഅയ്തും മിൻ ഹദൈതുകും ഇലാ മാഇൻ റുവാഇൻ വരിയാദിൻ ഖുദരിൻ മാ തഅമലൂൻ. അപ്പൊ ഈ വന്ന വ്യക്തി ഈ കൂട്ടരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് നല്ല പച്ചപ്പുള്ള നല്ല വെള്ളം ലഭിക്കുന്ന നല്ലൊരു പ്രദേശത്തേക്ക് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ ചോദിച്ചു, നിങ്ങൾ എന്താ പ്രവർത്തിക്കുക ചോദിച്ചു. ഖാലു. അപ്പൊ അവര് പറഞ്ഞു, ലാ നഅസീക ശൈഅൻ. നീ പറഞ്ഞതൊന്നും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ധിക്കരിക്കൂല, നീ പറഞ്ഞ പോലെ ചെയ്യും. കാരണം മരണം മുന്നിൽ കാണുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ വരും, ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി തിരിച്ചു പറഞ്ഞു, ഉഹൂദക്കും വമവാസീഖക്കും ബില്ലാഹ്. അള്ളാഹുവാണ് ഇത് നമ്മൾ തമ്മിലുള്ള കരാറാണ്. നിങ്ങൾ ഇങ്ങനെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അനുസരിക്കും എന്നുള്ളത് നമ്മൾ തമ്മിലുള്ള കരാറാണെന്ന് പറഞ്ഞു. ഖാല ഫഅതൂഹു ഉഹൂദഹും വമവാസീഖഹും ബില്ലാഹ് ലാ യഅസൂനഹു ശൈഅൻ. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ നീ പറഞ്ഞൊക്കെ ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾ ധിക്കരിക്കൊന്നുമില്ല എന്ന് നിലക്ക് പറഞ്ഞു. ഫൗറദഹും മാഅൻ റുവാഅൻ വരിയാദൻ ഖുദറൻ. അങ്ങനെ ഈ വന്ന ആള് ഈ കൂട്ടരെ കൊണ്ട് പച്ചപ്പ് നിറഞ്ഞ നല്ല വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഫമക്കസ ഫീഹിം മാ ഷാ അല്ലാഹ്. അങ്ങനെ അവരാ സൗകര്യമുള്ള വെള്ളവും ഭക്ഷണവും പഴങ്ങളും ഇതെല്ലാം ലഭിക്കുന്ന സ്ഥലത്ത് കുറച്ചു സമയം അവരവിടെ തങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ വന്ന വ്യക്തി വന്നിട്ട് വീണ്ടും പറഞ്ഞു, യാ ഹാ ഉല, ഏ കൂട്ടരെ. അപ്പൊ തിരിച്ചു, യാ ഹാദ, എന്താണ്? അർറഹീൽ, നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞു. നമുക്കിവിടുന്ന് പോകാം, യാത്രയിൽ കഷ്ടപ്പെട്ട ആളുകൾക്ക് സ്ഥലം കാണിച്ചു കൊടുത്താണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഞാൻ പറഞ്ഞൊക്കെ അനുസരിക്കുന്നു. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പോവാ ഇവിടുന്ന് എന്ന് പറഞ്ഞു. ഖാലു ഇല ഐന. അപ്പൊ ഈ കൂട്ടർ ചോദിച്ചു, ഇനി എങ്ങോട്ട് പോവാനാ, ഇനി എങ്ങോട്ടാ പോവാനുള്ളത്? ഇവിടെ നല്ല വെള്ളമുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, ഇനി എങ്ങോട്ടാ പോകേണ്ടത്? അപ്പോ ഇയാൾ പറഞ്ഞു, എങ്ങോട്ടാ പോയിച്ചു പറഞ്ഞു, ഇലാമാ ഇൻ ലൈസ കമാഇക്കും. നിങ്ങൾ ഇപ്പോ കാണുന്ന വെള്ളം പോലെയല്ല, അതിനേക്കാൾ ഉത്തമമായ വെള്ളമുള്ളതിലേക്ക്. വഇലാ റിയാദിൻ ലൈസത് കരിയാദിക്കും.
നിങ്ങൾ ഇപ്പോഴുള്ള തോട്ടമല്ല, അതിനേക്കാൾ നല്ലൊരു തോട്ടത്തിലേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഫഖാല ജുല്ലുൽ ഖൗം വഹും അക്സറുഹും. അപ്പൊ ഇത് കേട്ടപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും പറഞ്ഞു, വല്ലാഹി മാ വജദ്നാ ഹാദാ ഹത്താ വനന്ന അന്നാ ലൻ നജിദഹു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഇങ്ങനെ വെള്ളവും ഇങ്ങനെ തോട്ടമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. വമാ നസ്നഉ ബിഐശിൻ ഖൈറിൻ മിൻ ഹാദാ. ഞങ്ങൾക്ക് ഇത് മതി, ഇതിനേക്കാൾ നല്ലൊന്ന് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്തിനാ? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയും നല്ലൊരു കാര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇപ്പൊ ഇതൊക്കെ കിട്ടി, ഇനി ഇതിനേക്കാൾ നല്ലതൊന്ന് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ല നിലക്ക് പറഞ്ഞു. വഖാല ത്വായിഫത്തുൻ. അപ്പൊ കുറച്ചാളുകൾ, ഇത് ഭൂരിഭാഗം ആളുകൾ അങ്ങനെ പറഞ്ഞു. കുറച്ചാളുകൾ പറഞ്ഞു, അലം തുഅതു ഹാദർ റജുല ഉഹൂദകും വമവാസീഖകും ബില്ലാഹ് അല്ലാ തഅസൂഹു ഷൈഅ. അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതല്ലേ ഇയാളോട് ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നാല് എന്ത് ചെയ്യില്ല, പറഞ്ഞതൊക്കെ അനുസരിക്കും, ധിക്കരിക്കൂല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താ അവൻ പറഞ്ഞു കേൾക്കാത്ത? വീണ്ടും പറഞ്ഞു, വഖദ് സദഖകും ഫീ അവ്വലി ഹദീസി ഫവല്ലാഹി ലയസ്ദുഖന്നകും ഫീ ആഖിരിഹി. ഇവൻ ആദ്യം പറഞ്ഞതിൽ എന്തുണ്ട്? സത്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയുന്നതിൽ അവൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടരായി. അപ്പൊ ഭൂരിഭാഗം ആളുകളും അവിടെ നിന്നു, കുറച്ചാളുകൾ അവിടുന്ന് പോരുകയും ചെയ്തു. അങ്ങനെ പോരാത്ത ആളുകൾ അവിടെ നിന്നപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫറാഹ ഫീമൻ ഇത്തബഹു, പോന്ന ആളുകളെ കൊണ്ട് അവൻ പോയി, വതഖല്ലഫ ബഖിയത്തുഹും, ബാക്കി ആളുകൾ അവിടെ തന്നെ നിന്നു. ഫനദറ ബിഹിം അദുവൻ ഫഅസ്ബഹു മാ ബൈന അസീരിൻ വഖതീലിൻ. അവരിലേക്ക് ശത്രുക്കൾ അവരെ ആക്രമിക്കുകയും അവരെ ബന്ദികളായിട്ട് പിടിച്ചു വെക്കുകയും ബാക്കിയുള്ളവരെ കൊന്നുകളയുകയും ചെയ്യുകയുണ്ടായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനും നമുക്കും ദുനിയാവിനും ഒരു ഉപമയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനെ കാണിച്ചുകൊണ്ടാണ് നമ്മോട് പറഞ്ഞത്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഉത്തമമായ ഒരു ഭവനം, ഇതിനേക്കാൾ ഉത്തമമായ ഇണകൾ, ഇതിനേക്കാൾ ഉത്തമമായ സുഖസൗകര്യങ്ങൾ, ഇതിനേക്കാൾ ഏറ്റവും ഉത്തമമായ എല്ലാവിധ അനുഗ്രഹവുമുള്ള ഒരു ലോകം നമുക്കൊരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മാത്രം മുഴുകി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചത്. ഇവിടെ നമ്മൾ ഗൗരവത്തിൽ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്, നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ ഖൽബ് ദുനിയാവിനോടും പരലോകവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത്? എത്രത്തോളമാണ് നമ്മുടെ ദുനിയാവിനോടുള്ള ഇഷ്ടവും പരലോകത്തോടുള്ള ഇഷ്ടവും ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇത് മനസ്സിലാകുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയോ? നമ്മുടെ മരണമെത്തുമ്പോഴാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മരണമെത്തുമ്പോൾ റൂഹിനെ പിടിക്കുന്ന സമയത്ത് റൂഹിനോട് പുറത്തേക്ക് വരാൻ പറയും മലക്കുൽ മൗത്ത്. ദുനിയാവിനോടുള്ള ഇഷ്ടം കാരണം അതിൽ മുഴുകിയിട്ടുള്ള റൂഹാണ് എങ്കിൽ ആ റൂഹ് പുറത്തു വരാൻ തയ്യാറാവില്ല. അതിനെ പിന്നെ വലിച്ചെടുക്കുന്നത് അതിഭീകരമായ അവസ്ഥയിലായിരിക്കും. എന്നാൽ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്, ഖൽബിൽ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹവുമായിട്ടാണ് ജീവിക്കുന്ന റൂഹാണ് എങ്കിൽ മരണസമയമാവുമ്പോഴേക്കും റൂഹിനെ വിളിക്കുമ്പോഴേക്കും ആ റൂഹ് വേഗം പോകും. കാരണം എന്താണ്? അവനറിയാം, ഞാനിവിടെ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ ഉത്തമമായതിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന നിലക്ക് ആ നിലക്ക് പോകുന്നതാണ്. ഇവിടെ ഏതവസ്ഥയിലായിരിക്കും നമ്മുടെ റൂഹ്? ഏതവസ്ഥയിലായിരിക്കും നമ്മുടെ ആത്മാവ്, നമ്മുടെ മരണം നമ്മുടെ മുന്നിൽ വന്നെത്തുമ്പോൾ? നമ്മൾ ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? മനുഷ്യർ ഇത്ര ഉറപ്പുള്ളൊരു കാര്യമില്ല, ഇത്ര ഉറപ്പുള്ളൊരു കാര്യമില്ല. പറയുന്ന എനിക്കാണെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും ഇത്രയും ഉറപ്പുള്ളൊരു കാര്യമില്ല. പക്ഷേ അതിനെക്കുറിച്ച് നാം തീരെ ചിന്തിക്കുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയ വിഡ്ഢി ആരായിരിക്കും? അതിനേക്കാൾ വലിയ വിഡ്ഢി ആരായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ഖൽബിനോട് ചോദിക്കുക, എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു അസറിൽ കാണാം, ജുഇല അശ്ശറു കുല്ലുഹു ഫി ബൈത്തിൻ വജുഇല മിഫ്താഹുഹു ഹുബ്ബദ് ദുനിയ. എല്ലാവിധ ഷർറിനെയും ഒരു വീടാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ താക്കോലാണ് ദുനിയാവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം, ഷിർക്കാവട്ടെ, കുഫറാവട്ടെ, നിഫാഖാവട്ടെ, ഏത് മഅസിയത്താവട്ടെ, അതിന്റെ എല്ലാം അടിസ്ഥാനം ദുനിയാവിനോടുള്ള ഹുബ്ബാണ് എന്ന്. വജുഇലൽ ഖൈറു കുല്ലുഹു ഫീ ബൈത്തിൻ വജുഇല മഫാതിഹുഹു അസ്സുഹ്ദ ഫി ദുനിയ. എല്ലാവിധ ഖൈറിനെയും ഒരുമിച്ച് കൂട്ടി ഒരു വീടാക്കി കഴിഞ്ഞാൽ അതിന്റെ ചാവി എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളതാണ്.
ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ജീവിക്കുക അതാണ് എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല, അത് ഖൽബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതാണ് ഇമാം അഹ്മദിനോട് ചോദിച്ചത്, 1,00,000 ദീനാറുള്ള ഒരാൾക്ക് ജാഹിദാകാൻ പറ്റുമോ, ദുനിയാവിനോട് വിരക്തിയുള്ള ആളാകാൻ പറ്റുമോ ചോദിച്ചു. ഇമാം അഹ്മദ് പറഞ്ഞു പറ്റും, സാധിക്കും, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താണ് പ്രത്യേകത, എന്താണ് അവൻ ശ്രദ്ധിക്കേണ്ടത്? അവനാ 1,00,000-ൽ 1 രൂപ കൂടിയാൽ അല്ലെങ്കിൽ 1 ദീനാർ കൂടിയാൽ അതിൽ അമിതമായ ആഹ്ലാദം ഉണ്ടാകരുത്. അതിൽ 1 ദീനാർ നഷ്ടപ്പെട്ടാൽ അമിതമായ ദുഃഖത്തിലേക്കും അവൻ പോകരുത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവന്റെ കൽബുണ്ടോ, അവൻ ദുനിയാവിനോട് വിരക്തിയുള്ളവനാണ്. അതുകൊണ്ടാണ് മുൻഗാമികളെ പറ്റി പറഞ്ഞത്, അവരുടെ കയ്യിൽ ദുനിയാവുണ്ടായിരുന്നു, അവരുടെ കൽബിൽ അത് കയറിയുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളിൽ പലർക്കും സംഭവിച്ചിട്ടുള്ള വലിയൊരു അപകടം നമ്മുടെ കൽബിലേക്ക് ദുനിയാവ് കയറുന്നു എന്നുള്ളതാണ്. അത് മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിനെ തകർത്ത് കളയുന്ന കാര്യമാണ്. മുസ്ലിമീങ്ങൾക്കുള്ള പ്രതാപത്തെ തകർത്ത് കളയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കൂ, യൂശികു അൻ തദാഅ അലൈക്കുമുൽ ഉമം മിൻ കുല്ലി ഉഫ്ഖിൻ. അതാ നിങ്ങളിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും മറ്റുള്ള ആളുകൾ മുസ്ലിമീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ, ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണക്കൊതിയന്മാർ കൈനീട്ടുന്നത് പോലെ. ഖീല, അപ്പൊ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. സ്വഹാബികൾ ചോദിക്കുകയാണ്. സ്വഹാബികൾക്ക് അത്ഭുതമായി, മുസ്ലിമീങ്ങൾക്ക് നേരെ മറ്റുള്ള എല്ലാ സമൂഹങ്ങളും കൂടി കൈനീട്ടി വരിക എന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ അത്ഭുതമായി. കാരണം സ്വഹാബികൾ അത്രയും ഇജ്ജത്തിൽ നിൽക്കുന്ന കാലാണ്. ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, നമ്മൾ കുറവായതുകൊണ്ടാണോ റസൂലെ, മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണ് ചോദിച്ചു. ഖാലല, അപ്പൊ പറഞ്ഞു അല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, നിങ്ങൾ ചപ്പ് ചവറുകൾ വെള്ളത്തിൽ ഒഴുകി വരുന്നത് പോലെ ആ അവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യുജ്അലുൽ വഹ്നു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബിലെല്ലാം ഒരു ദുർബലത ഇട്ടിട്ടുള്ള അവസ്ഥയുണ്ടാകും. എന്നിട്ട് പറഞ്ഞു, വയുൻസഉർ റഅബു മിൻ ഖുലൂബി അദുവിക്കും, നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ഭയം അള്ളാഹു ഒഴിവാക്കിയെടുക്കുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു, എന്താണ് അതിനെ കാരണം പറഞ്ഞതെന്നറിയോ, ലിഹുബ്ബിക്കുമുദ്ദുനിയ വകറാഹിയതുകുമുൽ മൗത്ത്, ദുനിയാവിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം കാരണത്താലും വകറാഹിയതികുമുൽ മൗത്ത്, മരണത്തിനോടുള്ള നിങ്ങളുടെ വെറുപ്പ് കാരണത്താലുമാണ് അത് ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചു നോക്കണം, നമ്മൾ എത്രത്തോളമാണ് നമ്മൾ കൽബ് ദുനിയാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, എത്രത്തോളമാണ് പരലോകത്തേക്ക് ഒരുങ്ങിക്കൊണ്ട് ഞാനിതാ ഈ നിമിഷം മരണപ്പെട്ടാലും എനിക്ക് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ഞാൻ ഒരുങ്ങിയിട്ടാണുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മിലേക്ക് വന്നെത്തുന്ന മരണത്തിനു വേണ്ടി നാം ഒരുങ്ങണം. ഇമാം ശാഫിഈ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ചിന്താർഹമായിട്ടുള്ള ചില കവിതകളുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകൾ ക്രോഡീകരിച്ച ദീവാനിൽ വന്നിട്ടുള്ള, ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാകും, വളരെ പ്രശസ്തമായ വരികളാണ്, പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുകയാണ്, തസവ്വദ് മിനത്ത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജുന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തഖ്വ കൊണ്ട് നീ എന്ത് ചെയ്യുക, വിഭവം ഒരുക്കുക. നിനക്കറിയില്ല, ഇദാ ജുന്ന ലൈലുൻ, രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, ഫജ്ർ വരെ നീ ജീവിക്കുമോ ഇല്ലയോ എന്ന് നിനക്കറിയില്ല. രാത്രിയിൽ നീ മരണപ്പെട്ടു പോയേക്കാം. എത്രയോ ആളുകൾ നമ്മുടെ പ്രായത്തിലുള്ളവർ രാത്രിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാതെ പോയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹിക, എത്ര ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും ചിരിക്കുന്നവരായിട്ടുണ്ടായിരുന്നത്. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവരുടെ കഫൻ തുണി തുന്നപ്പെട്ടിട്ടുണ്ട്, അവിടെ നെയ്തെടുക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കുള്ള കഫൻ തുണി അവർക്കവിടെ തയ്യാറായിട്ടുണ്ട്, പക്ഷെ അവർക്കത് അറിയില്ല. അവർ രാവും വൈകുന്നേരവും ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വകം മിൻ അറൂസിൻ സയ്യനൂഹ ലിസൗജിഹ, എത്ര മണവാട്ടികളാണ് അവളുടെ മണവാളന് വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വഖദ് ഖുബിലത് അർവാഹും ലൈലത്തുൽ ഖദ്രി, ആ നിർണയിക്കപ്പെട്ട സമയത്ത് അവരുടെ റൂഹിനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ആളുകൾ അവരുടെ കല്യാണ ദിവസത്തിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു, കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയ കല്യാണ പന്തലിൽ വെച്ച് ആ കല്യാണ പെണ്ണ് ബോധം കെട്ട് വീണ് തലയുറ്റി വീണ് നമ്മുടെ നാട്ടിലുണ്ടായതാണ്, മരണപ്പെട്ടു പോകുന്നത്. എത്ര ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം, എത്ര കുട്ടികളാണ് അവർക്ക് ധാരാളമുള്ള അവരുടെ ആയുസിനെ പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നത്.
വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബരി, അവരുടെ ആ ശരീരത്തെ ആ ഇരുട്ട് നിറഞ്ഞ ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്ര ആരോഗ്യമുള്ളവരാണ് ഒരു രോഗമോ കാരണമോ ഇല്ലാതെ പെട്ടെന്നായി മരണപ്പെട്ടിട്ടുള്ളത്. വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിൻ അദ്ദഹരി, എത്ര രോഗികളാണ് ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ളത്. അഥവാ രോഗം വന്നാൽ മരിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കും ആരോഗ്യമുള്ള ആളുകൾ, പക്ഷെ അയാളെക്കാൾ ആദ്യം മരിക്കുന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ആളായിരിക്കും. വകം മിൻ സാകിനിൻ ഇൻദ സബാഹി ബിഖസ്രിഹി, പ്രഭാതത്തിൽ തന്റെ കൊട്ടാരത്തിലായിരുന്ന എത്ര ആളുകളാണ്. വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബരി, വൈകുന്നേരത്തിൽ ഖബറിൽ താമസക്കാരായിട്ടുള്ളത്. ഫദാവിൻ അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹാ, അതുകൊണ്ട് നീ എപ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനായി തീരുക, കാരണം അത് അമാനുൻ മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശരി, നാളെ പരലോകത്തുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ നിർഭയത്വമേകുന്ന കാര്യം അത് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കണം, നാം ചിന്തിക്കണം, ഓരോ ദിവസവും നാം ആലോചിക്കണം. പരലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നതിൽ, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ എത്ര സമയമാണ് നാം ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ ഇന്നത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മളിൽ എത്ര പേർ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും, ഞാൻ ഇന്ന് എത്ര തവണ എന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് ആലോചിച്ചിട്ടുണ്ടാകും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ അബൂദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തൊക്കെ കഴിഞ്ഞ് ദമസ്കസിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ദമസ്കസിന്റെ മസ്ജിദിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അഹ്ല ദിമഷ്ക്, ഏ ദമസ്കസ്കാരെ, അലാ തസ്മഊന മിൻ അഖിൻ ലക്കും നാസിഹ്, നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു സഹോദരന്റെ വാക്ക് നിങ്ങൾ കേൾക്കില്ലേ? നിങ്ങൾക്ക് ഏറ്റവും നല്ല നസീഹത്ത് ഉദ്ദേശിക്കുന്ന ഒരാളുടെ വാക്ക് നിങ്ങൾ കേൾക്കില്ലേ? ഇന്നമൻ കാന ഖബ്ലകും കാനൂ യജ്മഊന കസീറ, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ അവർ ഒരുപാട് ഒരുമിച്ച് കൂട്ടി, ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി. വയബ്നൂന മശീദ, വലിയ വലിയ കെട്ടിടങ്ങൾ അവർ കെട്ടിപ്പടുത്തു. വയമുലൂന ബഈദ, വിദൂരമായ പ്രതീക്ഷകൾ അവർ വെച്ചു പുലർത്തി. എന്നിട്ട് പറയാണ്, അവർക്ക് ഒരുപാട് ഇതുപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഫസ്ബഹ ജംഉഹും ബൂറാ, അവർ ഒരുമിച്ച് കൂട്ടിയതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. വബുനിയാനുഹും ഖുബൂറ, അവർ കെട്ടിപ്പൊക്കിയതൊക്കെ ഖബറുകളായി തീർന്നിട്ടുണ്ട്. വഅമലുഹും ഖുറൂറ, അവരുടെ പ്രതീക്ഷ വെറും കബളിപ്പിക്കലും വഞ്ചനയുമായി തീർന്നിട്ടുണ്ട് എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ദുനിയാവും, രണ്ട് പിശാചും. പിശാചിന്റെ കാര്യം നമുക്ക് സംശയമല്ല, ഇബ്ലീസ് നമ്മെ പഴപ്പിക്കാനുള്ളതാണ് എന്ന് നമുക്ക് അറിയപ്പെട്ട ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒന്നാണ് ദുനിയാവ് എന്നുള്ളത്. ഇനി എന്താണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം? എങ്ങനെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുക? എങ്ങനെയാണ് ഈ ശരീരം രാവും പകലും മാറുമ്പോ 10 വർഷം മുമ്പുള്ള ശരീരത്തിൽ നിന്ന് നമ്മുടെ തൊലി മാറി, നമ്മുടെ മുടിയുടെ നിറം മാറി, നമ്മുടെ കോലം മാറി, നമ്മുടെ രൂപം മാറി, ഇങ്ങനെ മാറി മാറി നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ മാറി വരുന്ന ഈ ശരീരത്തിന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അവസാനിപ്പിക്കണമല്ലോ. ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. ഇതിപ്പോ ഒരു യാത്ര പോണ പോലെയാണല്ലോ, ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം? അത് 4 കാര്യങ്ങളാണ് ആവശ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമുക്ക് പരലോകത്ത് വിജയിക്കാം. ആ 4 കാര്യത്തിൽ ഒന്ന് നമ്മളിൽ നിന്ന് പോയോ നമ്മുടെ പരലോകം നഷ്ടത്തിലാവും. ആ 4 കാര്യത്തിൽ ഒന്ന് നമ്മളിൽ നിന്ന് പോയാൽ നമ്മുടെ പരലോകം നഷ്ടത്തിലാകും. ആ 4 കാര്യങ്ങളുണ്ടോ നമ്മുടെ പരലോകം നമുക്ക് രക്ഷപ്പെടുത്താനും സാധിക്കും. ഏതാണ് ആ 4 കാര്യങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽ എണ്ണപ്പെടുന്ന സൂറത്തുൽ ആസിറിലൂടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, വൽ ആസിർ. ആസിർ എന്ന് പറഞ്ഞാൽ സമയം എന്നുള്ള അർത്ഥത്തിലും കാലം എന്നുള്ള അർത്ഥത്തിലും അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം, പെട്ടെന്ന് തീർന്നു പോകുന്ന സമയം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സത്യം ചെയ്തു പറയാൻ. അല്ലാഹു തആല സൃഷ്ടികളെ തൊട്ട് സത്യം ചെയ്തു പറയും. മനുഷ്യർ, സൃഷ്ടികൾ അല്ലാഹുവിൽ മാത്രമേ സത്യം ചെയ്തു പറയാൻ പാടുള്ളൂ. അപ്പൊ അല്ലാഹു തആല സമയത്തെക്കുറിച്ച് ധാരാളം ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. വദ്ദുഹ, അതുപോലെ തന്നെ വൽ ഫജ്ർ, സമയത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ തൊട്ട് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ആ സത്യം ചെയ്തു പറഞ്ഞിട്ട് പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ.
മനുഷ്യനാണോ അവൻ നഷ്ടത്തിലാണ്. മനുഷ്യർ ഓരോരുത്തരും നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു തആല അതിൽ നിന്ന് ചില കൂട്ടരെ ഒഴിവാക്കി പറഞ്ഞു. ആരാണെന്നറിയോ? ഇല്ലല്ലദീന ആമനൂ, ഈമാനുള്ള ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ, വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ. ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടോ അവർക്ക് രക്ഷപ്പെടാം. ഇതിലൊന്നുണ്ടായാൽ പോരാ. ഒരാൾ പറയാണ് എനിക്ക് ഈമാനുണ്ട്, ഞാൻ അമലുകളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഈമാനുണ്ട്, അവൻ രക്ഷപ്പെടില്ല. ഒരാൾ പറയാണ് ഞാൻ അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഈമാനും കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇൽമൊന്നുമില്ല, അമല് കുറെ ചെയ്യുന്നുണ്ട്, രക്ഷപ്പെടില്ല. അവരാണ് ഞാൻ ഈമാനും അമലുകളൊക്കെ ഉണ്ട്, പക്ഷെ ഹക്ക് കൊണ്ട് ഒരാളെ ഉപദേശിക്കൂല, ഒരാളേക്കും ദീന് പറഞ്ഞു കൊടുക്കൂല, ഒരാളെ നന്മ കൽപ്പിക്കൂല, തിന്മ വിരോധിക്കൂല, ഞാൻ എന്റെ കാര്യം നോക്കി മാത്രമേ പോവുള്ളൂ, അവൻ രക്ഷപ്പെടില്ല. അവരാണ് ഞാൻ സബർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ പോവാണ്, അവൻ രക്ഷപ്പെടില്ല. സബർ കൂടുതൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു സൂറത്തിനെ പറ്റി മനോഹരമായി ഇതിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്നഹു സുബ്ഹാനഹു ഖസ്സമ നൗഅൽ ഇൻസാനി ഫീഹാ ഖിസ്മൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ മനുഷ്യരെ 2 വിഭാഗമായി തിരിച്ചു. ഖാസിറൻ വറാബിഹൻ, നഷ്ടം പറ്റുന്ന ഒരു കൂട്ടരും ലാഭം നേടുന്ന ഒരു കൂട്ടരും. നഷ്ടം പറ്റുന്ന ഒരു കൂട്ടരും ലാഭം നേടുന്ന ഒരു കൂട്ടരും. ഫറാബിഹു, ലാഭം നേടുന്ന ആളുകൾ മൻ നസഹ നഫ്സഹു ബിൽ ഈമാൻ, ആരാണോ അവന്റെ സ്വന്തത്തിനോട് നസീഹത്ത് വെച്ച് പുലർത്തുന്നത് ഈമാൻ കൊണ്ട്, വൽ അമലിസ് സാലിഹ്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, വനസഹൽ ഖൽഖ ബിൽ വസിയ്യത്തി ബിൽ ഹഖ്, മറ്റുള്ള സൃഷ്ടികളോട് അവൻ നസീഹത്ത് വെച്ച് പുലർത്തുന്നു. എങ്ങനെ? ഹക്ക് വസിയ്യത്ത് ചെയ്തിട്ട്, അഥവാ ഹക്കായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഉപദേശിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാവട്ടെ, വിരോധിച്ചുള്ള കാര്യമാവട്ടെ, ദീനി ശരീഅത്താവട്ടെ, തൗഹീദാവട്ടെ, സുന്നത്താവട്ടെ, ഏത് കാര്യവും അതുകൊണ്ട് ഉപദേശിക്കുക. വൽ മുതവമ്മിനതി ലിതഅലീമിഹി വ ഇർശാദിഹി, ഹക്ക് വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ്, അത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കണം, അവർക്ക് ദീനീ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, നേരായ മാർഗം ഏതാണെന്ന് കാണിച്ചു കൊടുക്കണം. വൽ വസിയത്തി ബിസ്സബ്രി, അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും വസിയത്ത് ചെയ്യണം. അൽ മുതവമ്മിനതി ലിസ്സബ്രിഹി ഹുവ അയ്ദൻ, അവനും ആ കാര്യത്തിൽ ക്ഷമ വേണം, മറ്റുള്ള ആളുകളോട് ക്ഷമിക്കാൻ ഉപദേശിക്കുകയും വേണം. ഈമാൻ ഉണ്ടാവണം, അമലുസ് സാലിഹാത്ത്, ഇതിൽ അവന്റെ സ്വന്തത്തിനോട് അവന് എന്തുണ്ടാവണം? നസീഹത്ത് ഉണ്ടാകണം. മറ്റുള്ള സൃഷ്ടികളോട് ഹക്ക് കൊണ്ട് വസിയത്ത് ഉണ്ടായിരിക്കണം. അത് ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു, നേർമാർഗം കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം. ക്ഷമിക്കാൻ വേണ്ടി അവൻ ഉപദേശിക്കണം, അവന്റെ സ്വന്തത്തിൽ ആ ക്ഷമ ഉണ്ടാവുകയും വേണം എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. ഫതവമ്മനത്തി സൂറത്തു നസീഹത്തൈൻ, ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ 2 നസീഹത്തുകളാണ്. വതക്മീലൈൻ, 2 പരിപൂർണത നേടിത്തരുന്ന 2 കാര്യങ്ങളുമുണ്ട്. വഗായത കമാലിൽ ഖുവ്വതൈൻ, 2 ശക്തികളുടെ പരിപൂർണതയുമുണ്ട്. 2 നസീഹത്തുകളുണ്ട് ഈ സൂറത്തിൽ, 2 പരിപൂർണതകളുണ്ട്. അതുപോലെ തന്നെ പരിപൂർണമായ ശക്തി നേടിത്തരുന്ന, അല്ലെങ്കിൽ അത് നേടിയെടുക്കേണ്ട 2 ശക്തികളെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ബിഅഖ്സരി ലഫ്ദിൻ വഔജസിഹി, ഏറ്റവും ചുരുങ്ങിയ വാക്കിലാണ് അല്ലാഹു തആല അത് പറഞ്ഞിട്ടുള്ളത്. വഅഹ്ദബിഹി വഅഹ്സനിഹി ദീബാജതൻ, അതിന്റെ കോലം കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വൽതഫിഹി മൗഖിഅൻ, ഏറ്റവും നല്ല രീതിയിലാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് അമ്മൻ നസീഹത്താൻ, 2 നസീഹത്തുകൾ ആ സൂറത്തിലുള്ളത്. ഒന്ന് ഫനസീഹത്തുൽ അബ്ദി നഫ്സഹു, ഒരടിമക്ക് അവന്റെ സ്വന്തത്തിനോടുള്ള നസീഹത്ത്, നമ്മുടെ സ്വന്തത്തിനോടുണ്ടായിരിക്കേണ്ടത്. വനസീഹത്തുഹു അഖാഹു, അവന്റെ സഹോദരനോടുണ്ടായിരിക്കേണ്ട ഒരു നസീഹത്ത്. ബിൽ വസിയ്യത്തി ബിൽ ഹഖ് വസ്സബ്രി അലൈഹി, ഹക്ക് കൊണ്ടും സബർ കൊണ്ടും ഉപദേശിച്ചുകൊണ്ട്. അതായത് ഈ സൂറത്തിൽ 2 നസീഹത്തുകളുണ്ട്. ഒന്ന് സ്വന്തത്തിനോട് ഈമാനും അമലുസ് സാലിഹാത്തും കൊണ്ടുള്ള നസീഹത്ത്, 2 തന്റെ സഹോദരനോട് ഹക്ക് കൊണ്ടും സബർ കൊണ്ടുമുള്ള നസീഹത്ത്. 2 തക്മീലാൻ, ഒരു പരിപൂർണതയേകുന്ന 2 കാര്യങ്ങൾ. ഫഹുവ തക്മീലുഹു നഫ്സഹു വ തക്മീലുഹു അഖാഹു, അവനെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലെത്തിക്കുക, അവന്റെ സ്വന്തത്തെ.
അവന്റെ സഹോദരനെയും അതുപോലെ ആക്കിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇനി കമാലുൽ ഖുവ്വത്തൈൻ, അവനുണ്ടാകുന്ന കഴിവിന്റെ, ഒരു മനുഷ്യന്റെ കഴിവിനെ അതിന്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്ന നഫ്സ ലഹാ ഖുവ്വതാൻ, ഓരോ ആളുകൾക്കും രണ്ട് കഴിവുകളുണ്ട്, രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ഖുവ്വത്തുൽ ഇൽമി വന്നവർ, അറിവിന്റെയും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള കഴിവ്. വകമാലുഹാ ബിൽ ഈമാൻ, അത് പരിപൂർണമാകുന്നത് ഈമാൻ കൊണ്ടാണ്. അതായത് ഒരു മനുഷ്യനുള്ള രണ്ട് കഴിവിൽ ഒന്ന് അറിവ് നേടാനും ആ അറിവ് കൊണ്ട് അതിനെ ഉറ്റാലോചിക്കാനുമുള്ളതാണ്. അതിന്റെ പരിപൂർണതയുണ്ടാകുന്നത് ഈമാൻ കൊണ്ടാണ്. ഒരാളുടെ ഈമാൻ അതിലൂടെ പരിപൂർണമാകുന്നു ഇൽമു കൊണ്ട്. വഖുവ്വത്തുൽ ഇറാദത്തി വൽ ഹുബ്ബി വൽ അമൽ, രണ്ടാമത്തെ ഖുവ്വത്ത് ശക്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന്റെയും ഉദ്ദേശത്തിന്റെയും കർമ്മം ചെയ്യുന്നതിന്റെയും ഖുവ്വത്ത്. വകമാലുഹാ ബിൽ അമലി സ്സാലിഹ്, അതിന്റെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്താണ്. അഥവാ ഒരു മനുഷ്യന് ചിന്തിക്കാനും അതുപോലെ തന്നെ അറിവ് നേടാനുള്ള കഴിവ്, അത് പരിപൂർണത ഈമാൻ കൊണ്ടും, കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശത്തിന്റെയും കർമ്മം ചെയ്യാനുള്ള കഴിവ് സൽക്കർമ്മങ്ങൾ കൊണ്ടും. ഇതാണ് രണ്ട് ഖുവ്വത്തുകൾ. വലാ യതിമ്മു ദാലിക ലഹാ ഇല്ലാ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടല്ലാതെ ഇത് പരിപൂർണമാവുകയില്ല. അങ്ങനെ 6 കാര്യങ്ങൾ ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 നസീഹത്തുകൾ, 2 തക്മീലാത്തുകൾ, 2 കമാൽ ഖുവ്വ, 2 ഖുവ്വത്തൈൻ, 2 ശക്തികളുടെ പരിപൂർണതയും. അതായത് ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ച് വിജയിക്കണമെങ്കിൽ, ലാഭം നേടുന്ന ഒരാളാകണമെങ്കിൽ ഈ കാര്യമുണ്ടായിരിക്കണം. എന്നാലേ നേടാൻ പറ്റുള്ളൂ, എന്നാലേ വിജയം നേടാൻ പറ്റുള്ളൂ. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിയ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. ഒരു സംഭവം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഉണ്ടായ ഒരു സംഭവം നമ്മെ അത്ഭുതപ്പെടുത്തി പോകും. അത്രയും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു യതീമായ ഒരു കുട്ടി വന്നു. യതീമാണ്, അവനൊരു തോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ, എന്റെ തോട്ടത്തിന് ചുറ്റും ഒരു മതില് പണിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് മതില് പണിയായിരുന്നു. അപ്പൊ ആ മതില് പണിയുമ്പോൾ ആ ഈന്തപ്പനയുടെ ചുറ്റും കൃത്യമായി മതില് പണയാൻ അപ്പുറത്തെ ആളുടെ തോട്ടത്തിലെ ഒരു ഈന്തപ്പന മരം എന്നിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൂടി എനിക്ക് ലഭിക്കുകയാണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എന്റെ തോട്ടം കൃത്യമായി എനിക്ക് മതില് പണിയാം. അതൊന്ന് എനിക്ക് തരാൻ വേണ്ടിയിട്ട് റസൂലെ നിങ്ങളൊന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ വ്യക്തിയെ വിളിച്ച് പറഞ്ഞു, അയാൾ ഒരു മുനാഫിഖായിരുന്നു, മറ്റേ വ്യക്തിയെ വിളിച്ച് പറഞ്ഞു, നീ അത് അവന് കൊടുത്താളെ, അവന് ഒരു യതീമായിട്ടുള്ള ആളല്ലേ, അവനത് കൊടുത്താളെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ കൊടുക്കില്ല പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സ്വർഗം കിട്ടും, നീ അത് കൊടുക്കുമെന്ന് പറഞ്ഞു. നിനക്ക് സ്വർഗം കിട്ടും, നീ അത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുക്കില്ല, എനിക്ക് അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ സദസ്സിലുണ്ടായിരുന്ന അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഈ സംസാരം കേട്ടിട്ട് നേരെ ഈ പോണ ആളോട് പറഞ്ഞു, നിനക്ക് ആ ഒരു ഈന്തപ്പന മരം എനിക്ക് തരാൻ പറ്റുമോ? എന്റെ ഈന്തപ്പന മരം തോട്ടം മുഴുവനും, തോട്ടമുണ്ട്, അതിനകത്ത് വീടുണ്ട്, നല്ല വെള്ള സൗകര്യമുണ്ട്, ഇതൊക്കെ ഞാൻ പകരം തരാം, ആ ഈന്തപ്പന മരം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് സന്തോഷമായി. കാരണം ഒരു ഈന്തപ്പന മരം കൊടുത്തു കഴിഞ്ഞാല് ഇതൊക്കെ കിട്ടുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, റസൂലെ, ആ യതീമായ കുട്ടിക്ക് ഞാനിതാ ഈ ഈന്തപ്പന മരം ഞാനതാ വാങ്ങിയിട്ടുണ്ട്, അത് ആ കുട്ടിക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ആ കുട്ടിക്കുള്ളതാണ്, ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അബൂദ്ദഹ്ദാഹിന്റെ തോട്ടത്തിന്റെ നടുവിൽ വീടിലാണ് താമസം. വീട്ടില് ഭാര്യയുണ്ട്. ഭാര്യയുടെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു, ഉമ്മുദ്ദഹ്ദാഹിനോട് പറഞ്ഞു, ഞാന് നമ്മുടെ ഇത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എത്രക്ക് കൊടുത്തു? എന്തിനാ കൊടുത്തു പറഞ്ഞു. എത്ര വില കിട്ടിയോ? പകരം സ്വർഗ്ഗാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. പകരം സ്വർഗ്ഗാണ് കിട്ടിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദ്ദഹ്ദാഹി വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദ്ദഹ്ദാഹിന് സ്വർഗ്ഗത്തിൽ എത്ര ഈന്തപ്പന മരങ്ങളാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. പകരം സ്വർഗ്ഗാണെന്ന് പറഞ്ഞു. ആ ഭാര്യ പറഞ്ഞ വാക്കെന്താ അറിയോ? റബിഹത് തിജാറ യാ അബൂദ്ദഹ്ദാഹ്, അബൂദ്ദഹ്ദാഹ്, എന്ത് ലാഭമുള്ള കച്ചവടമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരാ വീട്ടിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിച്ചു നോക്കി. സ്വർഗമുണ്ട് എന്നറിയുമ്പോൾ, സ്വർഗം ലഭിക്കുമെന്നറിയുമ്പോൾ മറ്റ് എത്ര ഇഷ്ടപ്പെട്ട വില പിടിച്ച ഒരു കാര്യവും അതിന് രണ്ടാമത്തെ ഒരു സ്ഥാനം കൊടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ സ്വർഗത്തിൽ അത്ര ദൃഢമായ വിശ്വാസമുള്ളതുകൊണ്ടാ. ആ സ്വർഗത്തിലെ ദൃഢമായ ബോധം ഖൽബിൽ ഉറക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നാം പറഞ്ഞു വന്നത്,
ആ സ്വഹാബികളുടെ ഒരു മാതൃക എന്നുള്ളത് അവർ മറ്റെന്തിനേക്കാളും പരലോകത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ആയത്തിൽ അല്ലെങ്കിൽ ഈ സൂറത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. 1 ഇൽമ്, 2 അമല്, 3 ദഅവത്ത്, 4 അസ്വബർ. ഇതിൽ ഒന്നാമത്തേത് ഇൽമ്. നമ്മൾ എന്താണ് ദീനിയായിട്ടുള്ള അറിവ് നേടുന്നത്? ചോദ്യമാണ്, നമ്മോട് തന്നെയുള്ള ചോദ്യമാണ്. എന്താണ് ദീനിന്റെ വിഷയത്തിൽ നാം പഠിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഉയർന്ന വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഉയർന്ന ജോലിയുള്ള അധികം ആളുകളും, കാരണം നമ്മുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ല, ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് നമ്മളിവിടെ നിൽക്കുന്നത്. അധികം ആളുകളും അവരുടെ ജോലിയും അവരുടെ റിസ്ക് തേടിക്കൊണ്ടും അവരുടെ യോഗ്യത കൊണ്ടും എല്ലാമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ദീനിയായിട്ടുള്ള അറിവ് നേടുന്നതിൽ നാം 5ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ വരെയുള്ള മദ്രസ, അതിനുശേഷം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എന്താണ് നമ്മൾ പഠിക്കുന്നത്? അതിനുവേണ്ടി എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്നുള്ളത് നാം പരിശോധിക്കണം. കാരണം സഹോദരങ്ങളെ, ഇൽമില്ലാതെ ഒരിക്കലും ഈമാൻ ഉണ്ടാവില്ല. ഒന്നാമത്തെ ഈമാനിനെ ഉലമാക്കൾ ഇൽമ് എന്നാ പറയാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൽമില്ലാതെ നമുക്കൊരിക്കലും വിശ്വാസം ശരിയാവില്ല. നമ്മൾ എങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുക? അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് അറിയുക? നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ റബ്ബിനെ കുറിച്ച് എങ്ങനെ അറിയുക? മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് എങ്ങനെ അറിയുക? എന്താണ് നമുക്ക് അനുവദനീയമായിട്ടുള്ളത്, എന്താണ് വിരോധിക്കപ്പെട്ടുള്ളത് എങ്ങനെ അറിയുക? ദീനിന്റെ ഇൽമുണ്ടായിരിക്കണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്തുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഇൽമുണ്ടായിരിക്കണം. ഒരിക്കലും ഇൽമിന്റെ സദസ്സിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. ഇൽമിന്റെ സദസ്സിൽ ഒരു അവസരം കിട്ടിയാൽ വലിയ തൗഫീഖാണത്, വലിയ തൗഫീഖ്. അതിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. കാരണം പല പണ്ഡിതന്മാരും ഓർമ്മിച്ചാൽ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇൽമിന്റെ സദസ്സിന് തെറ്റിക്കലാണ്. നുവാബ് ശൈത്താനാണ് ഇൽമിന്റെ മാർഗത്തിൽ തടയുന്ന ആളുകൾ. പിശാചിന്റെ പ്രതിനിധികളാണ് ഇൽമിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്ന ആളുകൾ എന്നാണ്. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകൾ, ഇൽമ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒഴിവാക്കരുത്. ആ ഇൽമ പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാരെ പറ്റി യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കാണാം. അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് അവരുടെ ഉപ്പമാരെക്കാളും ഉമ്മമാരെക്കാളും കാരുണ്യമുള്ള ആളുകൾ പണ്ഡിതന്മാരാണ്, അറിവുള്ള ആളുകളാണ്. എന്താ കാരണം? അപ്പൊ ചോദിച്ചത് പറഞ്ഞപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, കൈഫ ദാലിക്, എങ്ങനെയാണ് അതുണ്ടാവുക? കൈഫ യകൂനുൽ ആലിമു അർഹമു ബിതൽമീദിഹി മിനൽ അബി വൽ ഉമ്മി ബിബിനൈഹിമാ. ഒരു ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കളോട് ഉള്ളതിനേക്കാൾ കാരുണ്യമുള്ളതിനേക്കാൾ ഒരു പണ്ഡിതൻ എങ്ങനെയാണ് അവനോട് കാരുണ്യം ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇലൈക്കുമൽ ജവാബ്, ഞങ്ങൾക്ക് മറുപടി പറഞ്ഞുതരാന്നിട്ട് പറഞ്ഞു, അൽ ആബാഉ വൽ ഉമ്മഹാതു യഹ്ഫദൂന ഔലാദഹും മിൻ നാരിദ് ദുനിയാ. ഉപ്പമാരും ഉമ്മമാരുമൊക്കെ കുട്ടികളെ ദുനിയാവിന്റെ തീയിൽ നിന്ന് കാത്തുരക്ഷിക്കും. ഇപ്പൊ സ്വന്തം മക്കൾ ഒരു തീന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാല് ഒരു വാപ്പ എന്ത് ചെയ്യും? എങ്ങനെ പിടിച്ചു മാറ്റാൻ നോക്കും. ഒരു ഉമ്മ എന്ത് ചെയ്യും? ഒരു ബ്ലേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, യഖാഫൂന അലൈഹിമിൽ മറദ്. എന്തുകൊണ്ടാ ഉപ്പയും അങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും രോഗം വരുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ. യഖാഫൂന അലൈഹിമുൽ ഹരീഖ്, പൊള്ളുമോ എന്നൊക്കെ പേടിച്ച. യഖാഫൂന അലൈഹിമുൽ ഫഖർ, അതുപോലെ തന്നെ അവർക്ക് ദാരിദ്ര്യത്തെ പേടിക്കും. എന്റെ മക്കള് ദാരിദ്ര്യത്തിലാവോ പട്ടിണിയിലാവോ എന്നൊക്കെ പേടിക്കും. എന്നിട്ട് പറയാണ്, വലാകിനിൽ ഉലമാ, എന്നാൽ പണ്ഡിതന്മാർ യഹ്ഫദൂന അത്ബാഅഹും മിൻ നാരിൽ ആഖിറ, അവർ അവരുടെ ഒപ്പമുള്ള ആളുകളെ പരലോകത്തെ തീയിൽ നിന്നാണ്, നരകത്തിൽ നിന്നാണ് സംരക്ഷിക്കുന്നത്. തൻതഹി ഫളായിലുൽ ഉബുവത ഫി ദുനിയ, ഒരാൾ ഉപ്പയാണ് എന്നുള്ള ശ്രേഷ്ഠത, ആ സ്ഥാനം, ആ മഹത്വം ദുനിയാവിലോടുകൂടി തീരും. പരലോകത്തിന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പയാണ് എന്നെ നരകത്തിലിട്ടിട്ട് എന്റെ ഉപ്പാനെ സ്വർഗത്തിലാക്കണമെന്നൊരു മകനും പറയില്ല. ഒരു മകനെ കാണിച്ചിട്ട് എന്റെ മകനെ സ്വർഗത്തിലാക്കിയിട്ട് എന്നെ നരകത്തിലാക്കണമെന്നൊരു വാപ്പിയും പറയില്ല. തിരിച്ചാണ് പറയുക, ഒക്കെ എടുത്തോ, എന്റെ മക്കളെയും എല്ലാരും എടുത്തിട്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്നാ ഒരാളും പറയുക. അപ്പൊ പറയാണ്, അത് ഈ ദുനിയാവിലോടുകൂടി അവസാനിക്കും. ലാകിൻ ഫളായിലു ത്വലബിൽ ഇൽമി തസ്തമിറു ഇലാ അബദിൽ ആബിദീൻ. ഇൽമ് നേടുന്നതിന്റെ ഫള് എന്നുള്ളത് അത് അവസാനമില്ലാതെ നീണ്ടു നിൽക്കുന്ന കാര്യമാണെന്നാണ്. കാരണം അതുകൊണ്ടാണ് പരലോകത്തേക്ക് ഒരാൾ എടുക്കുക, പരലോകത്തിൽ വിജയം നേടുക, രക്ഷ നേടുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ,
നമ്മുടെ ജീവിതത്തിൽ ഇൽമ് നേടാനുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ യഥാർത്ഥ ദീന് പഠിക്കാൻ, തൗഹീദ് പഠിക്കാൻ, സുന്നത്ത് പഠിക്കാൻ, സ്വഹാബികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണോ അങ്ങനെ പഠിക്കാൻ ഒരു സൗകര്യം 10-12 വർഷങ്ങളായിട്ടൂടെ നടക്കുന്നുണ്ട്. ദീന് പഠിക്കാനുള്ള സൗകര്യം. ആ ഇൽമിന്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കാതെ നമ്മെ തെറ്റിച്ചു കളയുന്ന കാര്യം എന്താണെങ്കിലും നാളെ പരലോകത്ത് അത് ഉപകരിക്കാതെ ആ ഇൽമിന്റെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ദിവസമായിരിക്കും പരലോകം. സംശയമില്ല ആ കാര്യത്തിൽ, അതിനൊരു സംശയമില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആയത്തുകളായി പറഞ്ഞിട്ടുണ്ട്. ലാ തുൽഹിക്കും അംവാലുക്കും വഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും കേൾക്കാനും എപ്പോഴെങ്കിലും ലഭിക്കുന്ന ഒരു അവസരം, ഭാര്യയും കുടുംബവും എല്ലാം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. എന്നിട്ട് ആ ദിക്റിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കച്ചവടമോ നമ്മുടെ കുടുംബമോ നമ്മെ തടയുന്നുണ്ട് എങ്കിൽ ഈ ആയത്ത് നമ്മളെ പറ്റിയല്ലാതെ വേറെ ആർക്കും പറ്റിയിട്ടാ? ഈ ആയത്ത് നമ്മെ പറ്റിയല്ലാതെ വേറെ ആരെ പറ്റിയിട്ടാ? ദീന് പഠിക്കുന്ന ഒരു സദസ്സിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ, അത് അറിയാൻ, ഒരു സദസ്സിൽ പങ്കെടുക്കാൻ തടസ്സമായിട്ട് സമ്പത്തോ സന്താനങ്ങളോ കുടുംബം മാറിയിട്ടുണ്ട് എങ്കിൽ ഈ ആയത്ത് പിന്നെ ആരെ പറ്റിയിട്ടാണ്? നമുക്ക് ചിന്തിച്ചു നോക്കി. അതിനുണ്ടായ എന്താ? ഖാസിറൂൻ, നഷ്ടക്കാരാണ് അവർ എന്താ പറഞ്ഞത്, നഷ്ടക്കാരാണ്. ഓരോന്നിനും അതിന്റേതായ ഹക്കുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരിസ് സആദ പറഞ്ഞ കിതാബില് 1ാമത്തെ വോളിയത്തിൽ 100 ചില്ലാനം ഇൽമിന്റെ ഫضل പറയുന്നുണ്ട്. അതിലൊരു ഭാഗത്ത് സമ്പത്തിനേക്കാൾ ഇൽമിനുള്ള ശ്രേഷ്ഠത 40 എണ്ണം എണ്ണി പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയാം. സമ്പത്തിനേക്കാൾ ഇൽമിനുള്ള ശ്രേഷ്ഠത, അതായത് നമ്മളെ ഇൽമ് നേടുന്നതിന് തടസ്സം വെക്കുന്ന കാര്യം സമ്പത്തോ കുടുംബമോ സന്താനങ്ങളോ എന്തോ ആവട്ടെ, ഈ ശ്രേഷ്ഠതകൾ ചിലതേ പറയുന്നുള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഞാൻ പറയാണ്, അന്നൽ ഇൽമ മീറാസുൽ അംബിയാ വൽ മാലു മീറാസുൽ മുലൂക്കി വൽ അഗ്നിയാ. ഇൽമ് എന്നുള്ളത് അമ്പിയാക്കളുടെ അനന്തര സ്വത്ത, സമ്പത്ത് എന്നുള്ളത് രാജാക്കന്മാരുടെയും പ്രമാണികളുടെയും അനന്തര സ്വത്ത. അമ്പിയാക്കളുടെ അനന്തര സ്വത്താണോ രാജാക്കന്മാരുടെ അനന്തര സ്വത്താണോ വലുത്? നമ്മൾ ചിന്തിക്കുക. അന്നൽ ഇൽമ യഹ്റുസു സാഹിബഹു വസാഹിബുൽ മാലി യഹ്റുസു മാലഹു. ഇൽമ് എന്നുള്ളത്, ഒരാൾക്ക് അറിവുണ്ട് എങ്കിൽ ആ അറിവ് ആ മനുഷ്യനെ സംരക്ഷിക്കും. അവൻ തെറ്റിൽ നിന്ന് പോകുമ്പോ ഇത് തെറ്റാണ്, ഇത് ചെയ്താൽ ഇന്ന അപകടം പറ്റും, തെറ്റിക്കും, അഥവാ ആ തെറ്റിൽ നിന്ന് അവനെ നേരാവണ്ണം നടത്തിക്കും. പക്ഷെ സമ്പത്തുള്ളവൻ സമ്പത്തിനെ കാത്തു സൂക്ഷിക്കണം. ആ സമ്പത്ത് എവിടെ സൂക്ഷിക്കണം, എവിടെ ചെലവഴിക്കണം, എവിടെ വെക്കണം എന്നൊക്കെ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ട് പറയാണ് വേറൊന്ന്, അന്നൽ ഇൽമ യുറാഫിഖു സാഹിബഹു ഹത്താ ഫീ ഖബ്രിഹി. ഇൽമ് എന്നുള്ളത് അവന്റെ ഖബറിൽ പോലും അവനോടൊപ്പം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മരണപ്പെട്ടു പോയാൽ ഖബറിൽ അവനോടൊപ്പം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. എന്നിട്ട് പറയാണ്, വൽമാലു യുഫാരിഖുഹു ബഅദ മൗതിഹി ഇല്ലാ മാ കാന മിൻ സദഖത്തിൻ ജാരിയ. അവന്റെ സമ്പത്ത് മരണത്തോടുകൂടി അവനെ വിട്ടുപോകും. ജാരിയായ സ്വതക്കയല്ലാതെ അവനോടൊപ്പം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അന്നൽ ഇൽമ യഹ്കുമു അലൽ മാൽ. ഇൽമ് എന്നുള്ളത് സമ്പത്തിന്റെ മേലെ വിധി കൽപ്പിക്കുന്നതാണ്. അതായത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് ഹലാല് എന്താണ് ഹറാമ്. സമ്പത്ത്, ഇൽമാണ് സമ്പത്തിന്റെ മേലെ വിധി കൽപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഫൽ ഇൽമു ഹാക്കിമുൻ വൽ മാലു മഹ്കൂമുൻ അലൈഹി. വിധി കൽപ്പിക്കുന്നവൻ ഇൽമും വിധി കൽപ്പിക്കപ്പെടുന്നത് സമ്പത്തുമാണ് എന്നുള്ളത്. അപ്പൊ ഏതിനാ ശ്രേഷ്ഠത? ഇൽമിനാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. വേറൊരു അറിയാം, അന്നൽ മാല യദ്ഉ അൽ ഇൻസാന ലിദ്ദുനിയ. സമ്പത്ത് മനുഷ്യനെ ക്ഷണിക്കുന്നത് ദുനിയാവിലേക്കാണ്. വൽ ഇൽമു യദ്ഉഹു ലിഇബാദത്തി റബ്ബിഹി. ഇൽമു ക്ഷണിക്കുന്നത് റബ്ബിലേക്കുള്ള ആരാധനയിലേക്കാണ്. ഇവിടെ നാം പറയുന്നത് നമ്മുടെ സമ്പത്ത് നമുക്ക് ഉണ്ടാകുന്നതിലല്ല. സമ്പത്ത് ഉണ്ടാവാം. സ്വഹാബികളിൽ ഒരുപാട് സമ്പന്നരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ ഒന്നും അത് അവരുടെ ദീനിൽ നിന്ന് അകറ്റിയിട്ടില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന അകറ്റിയിട്ടില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അകറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നതിൽ നിന്ന് അകറ്റിയിട്ടില്ല. പലർക്കും അറിയുന്നുണ്ടാവും, സൗദിയിലുള്ള വലിയൊരു സമ്പന്നനാണ് യൂസുഫ് അൽ അത്തീർ എന്ന് പറയുന്നത്. അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്, പലർക്കും അറിയുന്നതാണ്. യമൻകാരനാണ്, വലിയ സമ്പന്നനാണ്. ഹറമിന്റെ മുമ്പിലുള്ള സഫാ ടവറിന്റെ കോണറാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഒരു ഷെയ്ഖ് വലീദ് അൽ ഇബിരി എന്ന് പറയും, അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചതാണ് ചില വിദ്യാർത്ഥികൾ, തൊലബുൽ റിസ്ഖും തൊലബുൽ ഇൽമും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, റിസ്ഖ് നേടാം, പക്ഷേ അത് മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കണം എന്നുള്ള നിയ്യത്തിലായിരിക്കണം.
സ്വന്തത്തിന് ഉപകരിക്കുക എന്നുള്ള നിയത്തിലാകരുത്, ഈ ഉമ്മത്തിന് ഉപകരിക്കണം എന്നുള്ള നിലക്കായിരിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് പറയാണ്, അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട് അത്ര, യൂസുഫ് അൽ അത്തീർ, മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കുന്നില്ല എങ്കിൽ അള്ളാഹു എനിക്ക് നീ സമ്പത്ത് നൽകരുത്, മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കാത്ത നിലക്കാണ് എങ്കിൽ എനിക്ക് നീ സമ്പത്ത് നൽകരുത്. അദ്ദേഹം മദീനയിൽ പഠിക്കുന്ന പല തുല്ലാബുകൾക്കും ഫ്ളാറ്റുകൾ ഉണ്ടാക്കി താമസിക്കാൻ കൊടുക്കും. അതുപോലെ തന്നെ അത്തിയ നൽകും, നല്ല വിജയം നേടുന്ന കുട്ടികൾക്ക് അത്തിയ നൽകും. അതുപോലെ തന്നെ ഇൽമിനു വേണ്ടി ധാരാളം ചെലവഴിക്കും. അതുപോലെ ധാരാളം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് ഉള്ള സമ്പത്ത് കൊണ്ട് എന്താണ് പരലോകത്തേക്ക് നാം ഒരുക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇൽമുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം, അള്ളാഹുവിനെ കുറിച്ച് എന്തറിയാം, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് എന്തറിയാം, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തറിയാം. ഒരു പരീക്ഷണം വന്നാൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണമെങ്കിൽ അള്ളാഹുവിനെ പറ്റി നമുക്ക് എന്തറിയാം, നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. അല്ലെങ്കിൽ പോട്ടെ, ദീനിന്റെ വിധിവിലക്കുകൾ എന്താണ് നമുക്കറിയുക. ചില ആളുകൾ ചെയ്യുന്ന ഇബാദത്തുകൾ നിസ്കരിക്കാൻ പോലും അറിയില്ല. നിസ്കാരിക്കാൻ അവർ ഇത്രയും കാലം ചെയ്തു വന്നൊരു കാര്യം അത് ശരിയാണെന്ന നിലക്കാണ്, പക്ഷെ അത് തെറ്റായിട്ടുള്ളതാണ്. കാരണം പഠിക്കുന്നില്ല. ചിലപ്പോൾ മദ്രസയിൽ കേട്ടതായിരിക്കും, അതിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതായിരിക്കും. എന്താണ് അതിന് തെളിവ്, എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതം ശ്രദ്ധിക്കേണ്ടത്, ഇതറിയില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ച് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് എത്ര ത്യാഗം സഹിച്ച് നമുക്ക് വിട്ടുതന്ന ഈ ദീന്. വിശ്വാസം പറഞ്ഞില്ലേ, ഞാനിതാ വിട്ടേച്ചു പോകുന്ന ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. പോട്ടെ, ഖുർആൻ ശരിക്കും ഓതാൻ പോലും നമ്മൾ പലർക്കും അറിയില്ല. ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യാൻ പോലും അറിയില്ല. അറബി അക്ഷരത്തിന്റെ മഖ്റജുകൾ അത് ശരിയാണോ എന്നറിയില്ല. തജ്വീദിന്റെ നിയമങ്ങൾ അതറിയില്ല. ശരിക്ക് ഖുർആനിന്റെ ഒരു ആയത്ത് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ പാരായണം ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ എന്താണ്? പഠിക്കാത്തോണ്ടല്ലെങ്കിൽ പിന്നെന്താണ് നമ്മൾ ആലോചിച്ച് നോക്കി. അതിൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഖുർആനിന്റെ ആശയങ്ങൾ, ആയത്തിന്റെ തഫ്സീറുകൾ നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിക്കണം. എത്ര അമലുകളും എത്ര ഇബാദത്തുകളുമാണ് നമുക്ക് അതിലൂടെ ജീവിതത്തിൽ പകർത്താനും അതുപോലെ തന്നെ അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കുക. അതാണ് ഇൽമുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, ഇൽമുമായിട്ട് ധാരാളം പ്രോബ്ലം ഉണ്ട്, ഇപ്പൊ ഇത്ര മാത്രം പറയുന്നു എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം അമലുസ് സാലിഹാത്തുകളാണ്. ഇൽമു നേടിക്കഴിഞ്ഞാൽ ആ ഇൽമു എന്തിനാണ് എന്നുള്ള ബോധം വേണം. ഖുർആനിൽ 50 മുകളിൽ സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈമാനിനോടൊപ്പം അമലുസ് സാലിഹാത്തിനെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണോ നമുക്ക് ഇൽമുള്ളത്, എന്താണോ നമ്മുടെ വിശ്വാസം ശരിയാകുന്നത്, അത് ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കണം. അതിൽ ചില വീഴ്ചകൾ സംഭവിക്കാം, പക്ഷെ അത് വീണ്ടും 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 പ്രാവർത്തികമാക്കി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. അതിന് ഇൽമു വേണം, അത് അമലാക്കുകയും വേണം. അതിലൊരിക്കലും വീഴ്ച വരരുത്. ഇൽമു അമലാക്കിയില്ല എങ്കിൽ ആ ഇൽമു പരലോകത്ത് നമുക്ക് എതിരാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അദ്ദഅവത്താണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈ തൗഹീദ് എന്നുള്ളത്, ഏറ്റവും വലുതാണ് സുന്നത്ത് എന്നുള്ളത്, ഏറ്റവും വലുതാണ് സലഫി മൻഹജ് എന്നുള്ളത്. അത് നിങ്ങൾ ഒരിക്കലും വില കുറഞ്ഞു കാണരുത്. അതിൽ നമുക്ക് ഉറച്ചു നിൽക്കണമോ, അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇൽമും അമലും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, നന്മ കൽപ്പിക്കുക എന്നുള്ളത്, തിന്മ വിരോധിക്കുക എന്നുള്ളത്. നമ്മുടെ നാടുകളിൽ അത്രത്തോളം ഷിർക്കും കുഫറും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിടയിൽ. നമ്മുടെ നാട്ടിലാവട്ടെ ഇവിടെയാവട്ടെ ഉണ്ട്. മഅസിയത്തുകൾ അത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ കളിയാക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പുച്ഛിക്കാനും ദീനിന്റെ നിയമങ്ങളെ കളിയാക്കാനും ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ ഈ ദീനിന്റെ ഹക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ, അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ദീനിനു വേണ്ടി നൽകാനില്ല എങ്കിൽ ഈ സമയത്തെ സൃഷ്ടിച്ച അല്ലാഹു തആല അതിനൊരു അവസാനം നിശ്ചയിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടിയാ പറയാ? ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ഹംദ് ചെയ്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നകും തഖറഊന ഹാദിഹിൽ ആയ, നിങ്ങൾ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്. വതളഊനഹ അലാ ഗൈരി മൗദിഇഹാ, നിങ്ങൾ പക്ഷേ അത് വെച്ചിട്ടുള്ളത് അതിന്റെ സ്ഥാനത്തല്ല, അതിനെ മനസ്സിലാക്കിയ തെറ്റായിട്ടാണ്. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ضل ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി,
നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ പിഴച്ചുപോയ ആളുകൾ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യൂല എന്ന ആയത്ത്. ഈ ആയത്ത് കൊണ്ട് ചില ആളുകൾ വിചാരിച്ചു, ഞാനൊന്നും നന്മ കൽപ്പിക്കാനും പോണ്ട, തിന്മ വിരോധിക്കാനും പോണ്ട, അവനവന്റെ കാര്യം നോക്കി പോയാൽ മതി. ചില ആളുകൾ തെറ്റായിട്ട് മനസ്സിലാക്കി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിത് മനസ്സിലാക്കിയത് തെറ്റായിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടിട്ടുണ്ട്, ഇന്നന്നാസ ഇദാ റഅൗ അദ്ദാലിമ ഫലം യഖുദു അലാ യദൈഹി. ഒരു ജനങ്ങൾ കാണുകയാണ് ഒരു അക്രമം ചെയ്യുന്ന ഒരാളെ, അഥവാ ശിർക്ക് ചെയ്യുന്ന ആളാവട്ടെ, ബിദ്അത്ത് ചെയ്യുന്ന ആളാവട്ടെ, മഅസിയത്ത് ചെയ്യുന്ന ആളാവട്ടെ, അവന്റെ കൈക്ക് പിടിച്ചിട്ടില്ല എങ്കിൽ, അഥവാ അവനെ തടഞ്ഞിട്ടില്ല എങ്കിൽ, എങ്ങനെയാണോ അങ്ങനെ തടഞ്ഞിട്ടില്ല എങ്കിൽ, ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ, അല്ലാഹു എല്ലാവർക്കും കൂടി ശിക്ഷ ഇറക്കും. അതായത് വ്യക്തിപരമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് ആമായ ശിക്ഷയെ തടയാൻ പറ്റൂല. ആമായ ശിക്ഷയെ, മൊത്തത്തിൽ ബാധിക്കുന്ന ശിക്ഷയെ തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി. നമ്മുടെ മക്കൾ വളരുന്ന ഒരു സമൂഹം എങ്ങനെയാണെന്നറിയോ? പല രക്ഷിതാക്കൾക്കും മക്കൾ വളർന്നു വരുമ്പോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മക്കളുടെ വിശ്വാസം ഉണ്ടല്ലോ, ഭൂരിഭാഗം മക്കളുടെയും വളർന്നു വരുന്ന ഇന്ന് മക്കളുടെ വിശ്വാസം നഊദുബില്ല നിരീശ്വരവാദത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലുമല്ല. കാരണം അവർക്ക് ഇന്ന് അറിവ് കിട്ടുന്നത് പല മേഖലയിൽ നിന്നാണ്. അവർക്ക് ചെറുപ്പത്തിൽ തന്നെ യഥാർത്ഥ അഖീദ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അവർ നാളെ പഴച്ചു പോകും. മക്കൾ വളരുന്ന പാപങ്ങൾ അത്രയും മ്ലേച്ഛമായ തെമ്മാടിത്തരങ്ങളിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരലോകവും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കാണേണ്ടി വരുന്നത് അത്രയും ദുഃഖകരമായിട്ടുള്ള കാര്യമായിരിക്കും. എത്ര മാതാപിതാക്കൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അറിയോ? മക്കൾ കാരണത്താല്, മക്കളുടെ ഉപദ്രവം കാരണത്താല്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ ഇതിന്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ ഖൗമിൻ യുഅ്മലു ഫീഹിം ബിൽ മആസി, ഒരു കൂട്ടം അവരിൽ പാപങ്ങൾ ചെയ്യപ്പെടുന്നുണ്ട്, സുമ്മ യഖ്ദിറൂന അലാ അൻ യുഗയ്യിറു, അവർക്കത് മാറ്റാനുള്ള കഴിവുണ്ട്. അതായത് ഒരു നാട്ടിൽ തെമ്മാടിത്തരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് കഴിവുണ്ട്. സുമ്മ ലാ യുഗയ്യിറു, പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. അവരെന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ കച്ചവടം, എന്റെ ജോലി, അത് മതി. അവരെന്താ ആയിക്കോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അത് അവരുടെ കാര്യമല്ലേ, ഞാനൊന്നും അതിൽ പോകുന്നില്ലല്ലോ, ഞാനൊന്നും അറിയേണ്ടതില്ലല്ലോ. അങ്ങനെ അതിൽ നിന്ന് മാറ്റാൻ ഒന്നിനും ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇല്ലാ യൂശികു അയ്യഉമ്മഹുമുല്ലാഹു മിൻഹു ബിഇഖാബിൻ, അല്ലാഹു തആല മൊത്തത്തിലുള്ള ശിക്ഷ ഇറക്കുക. അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാലും ശിക്ഷ ഇറങ്ങുമ്പോ എല്ലാവർക്കും കൂടിയിട്ട് ഇറങ്ങുക. അതുകൊണ്ടാണ് പറയുന്നത്, നന്മ കൽപ്പിക്കുന്നിടത്തും തിന്മ വിരോധിക്കുന്നിടത്തും നമുക്ക് എന്താണോ കഴിയുക അത് നമ്മൾ ചെയ്യണം. നാലാമത്തെ കാര്യം സബറാണ്, ക്ഷമിക്കലാണ്. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പിടിച്ചു വെക്ക, ഇംസാക്കാണ്. അതായത് ഈ മൂന്ന് കാര്യത്തിലും, ഇൽമ് നേടുന്നതിലാവട്ടെ, സൽക്കർമ്മം ചെയ്യുന്നതിലാവട്ടെ, ദഅവത്ത് നടത്തുന്നതിലാവട്ടെ, ഒരു മടുപ്പ് വരാനുണ്ട്, ഒരു മടുപ്പിന്റെ ഘട്ടം വരാനുണ്ട്. ചിലപ്പോ ഒരു കാലത്ത് ധാരാളം ചെയ്തിരുന്ന ആളുകളായിരിക്കും, നല്ല ഇൽമ് നേടിയിരുന്ന ആളുകളായിരിക്കും, ഇടക്കാലത്ത് നിന്നുപോകും. ഒരു കാലത്ത് ധാരാളം സൽക്കർമ്മം ചെയ്യുന്ന ആളുകളായിരിക്കും, ഇടക്കാലത്ത് അത് മുറിഞ്ഞു പോകും. ധാരാളം ദഅവത്തിന് വേണ്ടി പണിയെടുത്ത ആളുകളായിരിക്കും, ഇടക്കാലത്ത് ഇനി മതി, ഞാനൊന്നിനും ഇല്ല പറഞ്ഞ് നിൽക്കും. പക്ഷെ അതല്ല, സബുറാണ് ഉറച്ചു നിൽക്കണം, സബാത്ത്, അതിൽ ഉറച്ചു നിൽക്കണം. മരണം വരെ ഇൽമു നേടുന്ന പാതയിലായിരിക്കണം, മരണം വരെ അമല് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കണം, മരണം വരെ ദഅവത്തിനുള്ള പണിയിലായിരിക്കണം. അതാണ് സബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില്ല എങ്കിൽ കാര്യമില്ല. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാസിം, അവസാനം എങ്ങനെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മം സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ അമ്മ അങ്ങനെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതല്ല. അവസാനം ഏതവസ്ഥയിലാണ് മരിക്കുന്നത് അതായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ശൈത്താൻ നമ്മെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, ഈ ദീനിന്റെ പാതയിൽ നമ്മെ അകറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളോട് ചോദിച്ചതുപോലെ ബദറും ഉഹുദിലും പങ്കെടുത്ത, സ്വന്തം നാടും വീടും കച്ചവടവും എല്ലാം വിട്ടെറിഞ്ഞ് ഹിജ്റ പോയ ആ സ്വഹാബികളോട് അള്ളാഹു തആല ചോദിച്ചതുപോലെ, അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. ആ സ്വഹാബികളോടാണ് ചോദിക്കുന്നത്, അവർക്ക് സമയമായില്ലേ? അള്ളാഹുവിന്റെ ദിക്റിലേക്ക് കീഴൊതുങ്ങാൻ, അവരുടെ ഖൽബിന് കീഴൊതുങ്ങാൻ സമയമായില്ലേ എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എന്തായിരിക്കും അള്ളാഹു തആല പറയുക? നാളെ പരലോകത്ത് എന്തായിരിക്കും ചോദിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാലും ഒരുപോലെ മുറുകെ പിടിക്കണം.
ഇൽമ് നേടുന്ന പാതയിലേ ആയിരിക്കണം. നമ്മുടെ അഖീദ പഠിക്കണം, നമ്മുടെ മൻഹജ് പഠിക്കണം, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടത് പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിക്കണം. അത് അമലിൽ കൊണ്ടുവരണം. വിശ്വാസം തെളിയിച്ചു കൊടുക്കണം അള്ളാഹുവിന്. തവക്കുൽ ചെയ്യേണ്ട സമയത്ത് തവക്കുൽ ചെയ്യണം, പ്രതീക്ഷ വെക്കേണ്ട സമയത്ത് പ്രതീക്ഷ വെക്കണം, ഭയപ്പെടേണ്ട സമയത്ത് ഭയപ്പെടണം. അങ്ങനെ അത് തെളിയിച്ചു കൊടുക്കണം. സൽക്കർമ്മങ്ങൾ, നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ അതിന്റെ പരിപൂർണതയിൽ ശരിയായ രൂപത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കണം. അതിൽ സബറോടുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ട് എങ്കിൽ മാത്രമാണ് സഹോദരങ്ങളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യമാണ്, നമ്മുടെ മുൻഗാമികൾ വളരെയധികം അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, വളരെയധികം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ മുന്നിട്ടിരുന്നു. നബി സല്ലല്ലാഹു ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തിർ എന്നുള്ള കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഡയറി പോലത്തെ കിതാബാണ് സയ്യിദുൽ ഖാത്തിർ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചു പോകും, കർമ്മങ്ങൾ ചെയ്യാൻ ഒരു മടുപ്പും മടിയൊക്കെ വരുന്ന സമയത്ത് ചിന്തിച്ചു പോകും. അപ്പൊ അതെങ്ങനെ പറയാണ്, ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലേ, രാത്രിയിൽ കാലിന് നീര് വരുവോളം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം എത്രയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോഴെല്ലാം കരഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഉമർ റളിയല്ലാഹുവിന്റെ കവിളിൽ കണ്ണീരിന്റെ 2 അടയാളങ്ങൾ 2 ഭാഗത്തും കവിളിലൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എങ്കിൽ, അലി റളിയല്ലാഹു അൻഹു രാത്രി നിസ്കാരത്തിൽ രാത്രി സമയത്ത് എഴുന്നേറ്റ് ദുആ ചെയ്യുമായിരുന്നു, യാ ദുനിയാ ഇലൈകി അന്നി, ഏ ദുനിയാവേ നീ എന്നെ വിട്ടുപോ, എന്നെ നീ വഞ്ചിക്കാൻ നോക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എങ്കിൽ, പിൽക്കാലത്ത് വന്ന താബിഈങ്ങളും തബഉ താബിഈങ്ങളെല്ലാം ഇബാദത്തിൽ മുൻകടന്നിട്ടുണ്ട് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യം കൊണ്ട്, അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട്, അള്ളാഹു തന്ന സൗകര്യങ്ങൾ കൊണ്ട് ഇതൊന്നും ലഭിക്കാത്ത ഒരാളെക്കാൾ എന്താണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്? എന്താണ് നമ്മൾ അള്ളാഹുവിനോട് നാളെ പറയുക? ഉറപ്പാണ്, ഏത് നിമിഷം വേണമെങ്കിലും ഈ ലോകത്ത് നമ്മൾ വിട്ടുപോകാം. ഇന്നലെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരുടെ ശരീരം പിന്നെ അനക്കാൻ സാധിച്ചിട്ടില്ല, അവരെ കണ്ണിമ വെട്ടിയിട്ടില്ല, അവരെ കൈകൾ ചലിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥ നമ്മിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് ആ സമയം വരെ ഈ ഒരു പാതയിൽ മുന്നേറാൻ ഈ 4 കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ നമ്മൾ സാധിക്കണം. അത് സഹോദരങ്ങളെ സഹാബികളുടെ പാതയുടെ അടിസ്ഥാനമാണ്. അഥവാ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ദീന് മനസ്സിലാക്കുമ്പോൾ സഹാബികളെ പോലെ മനസ്സിലാക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള, അങ്ങനെ വിശ്വസിക്കുന്ന നമ്മുടെ മേലെയുള്ള ബാധ്യതയാണത്. അതുകൊണ്ട് ഈ ഒരു ഇവിടെ താമസിക്കുന്ന, അല്ലെങ്കിൽ എന്താവശ്യം കൊണ്ട്, ജോലി ആവശ്യാർത്ഥം, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കൾ ഇവിടെ താമസിച്ചു, അതിനെ തുടർന്ന് നമ്മൾ ഇവിടെ താമസിക്കുന്നു, എങ്ങനെയാണ് എങ്കിലും ഈ നാട്ടിൽ നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. ഏത് നാട്ടിലാണെങ്കിലും ഒരു മുവഹിദിന്റെ മേലെ, ഒരു സലഫിയുടെ മേലെയുള്ള ബാധ്യതയാണ് തൗഹീദ് ദഅവത്ത് നടത്തുക. ഇൽമു നേടണം, അത് അമല് ചെയ്യണം, തൗഹീദ് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സുന്നത്ത് പറയുക, ബിദ്അത്തിനെതിരെ. ഈ മൻഹജ്, ദീനിന്റെ പല ശുബഹത്തുകളിൽ പല ആളുകൾ പഴച്ചു പോകുമ്പോ, പല രീതിയിലുള്ള വിശ്വാസവും പിഴവുകൾ ഉണ്ടാകുമ്പോ, ഇതാണ് വിശ്വസിക്കേണ്ടത്, ഇങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളല്ലാതെ ആരുമില്ല. അതൊരു സത്യമാണ്. അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ മൻഹജ് സലഫിന്റെ പ്രത്യേകതകളിൽ അടിസ്ഥാനമാണ് തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. വേറൊരാളും അത് ചെയ്യൂല. തൗഹീദിലേക്ക് ഒരാളും ദഅവത്ത് ചെയ്യാനായിട്ട് നിൽക്കൂല. അവർക്ക് വേറെ പല ലക്ഷ്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളവരുണ്ട്, മറ്റുള്ള ലക്ഷ്യങ്ങളുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ ഒരു നാട്ടിൽ അല്ലാഹു തആല ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഈ മുവഹിദീങ്ങൾ, അല്ലെങ്കിൽ അവർ ഒരുമിച്ചുകൂടി ഈ 4 കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ മർക്കസ് ദാറുൽ ഉലൂം എന്ന പേരിൽ, ദാറുൽ ഉലൂം അൽ അസ്തരിയ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഈ ഒരു മർക്കസ്, അതിലൂടെ ദഅവത്ത് വർദ്ധിപ്പിക്കാൻ, ആളുകളിലേക്ക് എത്തിക്കാൻ, ദീന് പഠിക്കാൻ, ദീന് പഠിപ്പിക്കാൻ, ദീന് കേൾക്കാൻ, എല്ലാത്തിനും ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അതിന് തയ്യാറായി നമ്മുടെ ഈ ദഅവത്തിലേക്ക് കൂടുതൽ സജീവമാകുന്ന അവസ്ഥയുണ്ടാകണം. അതിന് എന്താണോ നമുക്ക് തടസ്സം അത് ക്രമീകരിക്കണം. ഓരോന്നിനും അതിന്റേതായ സമയങ്ങൾ കൊടുക്കണം. അതല്ല എങ്കിൽ ഇതൊക്കെ വിട്ടേച്ചു പോകുന്ന ഒരു സമയത്ത് നമുക്കൊന്നും ഉണ്ടാവില്ല, നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു നിയ്യത്തോടുകൂടി, ആ ഒരു ഉദ്ദേശത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു മാറ്റം എന്റെ ജീവിതത്തിന് വേണം എന്നുള്ള ചിന്തയിൽ തന്നെ ആയിരിക്കണം മുന്നേറേണ്ടത്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പണിയെടുത്താൽ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടും അള്ളാഹുവിനെ എളുപ്പമാക്കി തരാൻ സാധിക്കുന്നവനാണ്. അള്ളാഹു അതാക്കി തരും.
നമ്മുടെ മാനസിക സംഘർഷമാവട്ടെ, ബാക്കി എന്ത് ബുദ്ധിമുട്ടാവട്ടെ, അള്ളാഹു തആല അത് എളുപ്പാക്കി തരും. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടല്ലാതെ നമുക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ മതി. ഒരു ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്ന് കുറച്ച് അമലുകൾ വർദ്ധിപ്പിച്ച് ദഅവത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവാക്കി നോക്കി, നമ്മുടെ ജീവിതത്തിന്റെ മറ്റുള്ള സമയത്തിൽ തന്നെ ബർക്കത്തുണ്ടാകും. നമുക്ക് സമയത്തിൽ ബർക്കത്തുണ്ടാവും. സമയത്തിൽ ബർക്കത്തേൽക്കുന്നവൻ അള്ളാഹുവാണ്. ചിലപ്പോ നമ്മൾ 5 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കുന്ന നമ്മുടെ ജോലി 2 മണിക്കൂർ കൊണ്ട് തീരുന്ന അവസ്ഥ അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ ജീവിതത്തിനുണ്ടാകും. അത് അനുഭവിച്ചറിയാനെങ്കിലും നമ്മൾ ഒരു സമയം കണ്ടെത്തുക. കൂടുതൽ അറിവ് നേടാനും അമല് ചെയ്യാനും ദഅവത്ത് ചെയ്യാനും അതിൽ ഉറച്ചു നിൽക്കാനും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു നമ്മുടെ മർക്കസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഖൈറിലേക്ക് മുന്നേറാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മിലൂടെ നമുക്ക് എന്താണോ സാധിക്കുക, വാക്കുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരാളെ ക്ഷണിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ സമ്പത്ത് നൽകിക്കൊണ്ടാണോ, അല്ലെങ്കിൽ സമയം നൽകിക്കൊണ്ടാണോ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ കഴിവുള്ളത്, എന്ത് കഴിവാണുള്ളത്, അത് ദീനിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇൽമു നേടിയാൽ മാത്രമേ നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല നമ്മെ പരലോകത്ത് അവന്റെ ഖാസായിട്ടുള്ള ആളുകളിൽ, അവന്റെ ദീനിന്റെ ആളുകളായിക്കൊണ്ട്, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാക്കിക്കൊണ്ട് അല്ലാഹു തആല നമ്മെ മാറ്റുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ അബദ്ധങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം, ഗഫലത്ത് അശ്രദ്ധമായി പോയിട്ടുണ്ടാകാം. ഈ കാര്യങ്ങളൊന്നും മറന്നുപോയി ചിന്തിക്കാതെ തെറ്റിപ്പോയ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അതിൽ നിന്നെല്ലാം മാറി ഞാൻ എന്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനിക്കാനുള്ള വകയിലെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മളിവിടെ പിരിയേണ്ടത്. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മർക്കസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നുകൂടി സജീവമായി കൊണ്ട് ഈ ഒരു ദഅവത്ത്, ഈ ഒരു മൻഹജ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, തൗഹീദ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്, കൂടിയാലോചിക്കുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾ വൈകാതെ അതിന്റെ കാര്യങ്ങൾ അറിയും. അപ്പോൾ തന്നെ ഒരുമിച്ച് നിന്ന് ഇൽമിയായി പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇതിന്റെ എല്ലാ മേഖലയിലും ഒരുമിച്ച് നിൽക്കുന്ന ആളുകളായിട്ട് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.